അഴകത്തു മനത്തിൽ അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടാണ് ഞാൻ. 800-900 വർഷം പഴക്കമുള്ള പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ഉഗ്രകോപിയായ മഹാദേവൻ. ആ കോപത്തെ ശമിപ്പിക്കാൻ മുമ്പിൽ അമ്പലക്കുളം. പിന്നെ ഈ അമ്പലത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് 5 തന്ത്രിമാരാണ് ഈ ക്ഷേത്രത്തിന്. അണ്ടലാടി, അഴകത്ത്, ഈക്കാട്ടുമന, ശ്രീധരഞ്ചുമരത്തുമന, കിഴ്പ്രക്കാട് മന. ഒരു പക്ഷേ 5 തന്ത്രിമാരുള്ള ക്ഷേത്രം എൻ്റെ അറിവിൽ വേറൊന്നും ഇല്ല എന്നാണ്. മഹാദേവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് ധാരയാണ്. പിന്നെ 1000 കുടം, 501, 101 ദേഹ സ്വാസ്ഥ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി നടത്തുന്ന വഴിപാടുകൾ. അതുപോലെ ഉപദേവന്മാരായിട്ടുള്ള മുത്തശ്ശിയാര്, അയ്യപ്പൻ, നാഗങ്ങള്, സാക്ഷാൽ ഗുരുവായൂർ തന്ത്രി ചേനാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഉണ്ണിക്കണ്ണൻ അഥവാ ഗുരുവായൂരപ്പൻ നമ്മുടെ അമ്പലത്തിലുണ്ട്. കൊടിക്കുന്നിൽ ഭഗവതി, നരസിംഹമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണു, അന്തിമഹാകാളൻ, ഇവരാണ് ഉപദേവന്മാർ. എൻ്റെ പേര് കോടശ്ശേരിമല വാസുദേവൻ നമ്പൂതിരി. ഇവിടെ 19 വർഷമായി മേശാന്തിയായിരുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ധാര, 101 കുടം ധാര, 1000 കുടം ധാര, എല്ലാം പുഷ്പാഞ്ജലികൾ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാ അമ്പലത്തിലെ എല്ലാ വിശേഷങ്ങൾക്കും ഇവിടെ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഭഗവത് സേവയും ഗണപതി ഹോമവും അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഉണ്ടാവാറ്. ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി എല്ലാ വർഷവും ആഘോഷിക്കുന്നു. നവരാത്രി പൂജ 9 ദിവസം പ്രമുഖ തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ ഭഗവത് സേവ നടക്കാറുണ്ട്. 9 ദിവസം. വൃശ്ചികമാസം മണ്ഡലകാലം, ഖണ്ഡനാമം. പിന്നീട് മകരമാസത്തിൽ പ്രതിഷ്ഠാദിനം, മകീരം നക്ഷത്രം. കുംഭമാസത്തിൽ ശിവരാത്രി ആഘോഷിക്കുന്നു. മേടമാസത്തിൽ വിഷു. അങ്ങനെ എല്ലാ മാസവും ഇവിടെ ഓരോ വിശേഷങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിന് എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കാറുണ്ട്. തന്ത്രിമാർ വരാറുണ്ട്. എല്ലാ മാസവും തന്ത്രിമാരുടെ മാസപൂജ നടക്കുന്നുണ്ട്. ഇത് ഒരു നമസ്കാരക്കല്ല്. ഏകദേശം 6000-ഓളം വർഷം തുടർച്ചയായിട്ട് ഭക്തി കുഴിയാങ്കുന്നത്ത് നമ്പൂതിരിപ്പാട് ഒരു ദിവസം മുടങ്ങാതെ 1000 മുറ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. 1000 മുറ നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6000-ഓളം ദിവസങ്ങൾ വരും. അത്രയും ദിവസം ഒരു ദിവസം മുടങ്ങാതെ ഉണ്ട്. അതിലൊരു ഐതിഹ്യം വരുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹം ഇവിടെ വരാൻ കുറച്ച് വൈകിയപ്പോൾ സൂര്യൻ അസ്തമിക്കാനും വൈകിയത്. കാരണം അദ്ദേഹത്തിന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം സൂര്യൻ അസ്തമിക്കാറുണ്ട്. അത്രയ്ക്കും ഇതിന്റെ ആ ശരീരത്തിന്റെ പാടുകൾ, നമസ്കരിച്ച പാടുകൾ ഈ കല്ലിൽ കമത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ അത് മലത്തിട്ട് പാടുകളുണ്ട്. അത്രയ്ക്കും ഇതായിരുന്നു, ഭക്തിയോടുകൂടി ചെയ്തിരുന്നതായിരുന്നു ഭക്തി കുഴിയാങ്കുന്നത്ത് നമ്പൂതിരി. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് പിന്നീട് പ്രശ്നം വെച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് ഇവിടെ പ്രധാനമായിട്ട് ഇതിന് വിളക്ക് വെച്ച് ഇതാക്കണമെന്ന്. എൻ്റെ പേര് ദാമോദരൻ നമ്പീശൻ എന്ന് ഔദ്യോഗികമായിട്ട് പറയും. സാധാരണ വിളിക്കുന്നത് ഉണ്ണിയേട്ടൻ എന്നുള്ള നിലയ്ക്കാണ്. അമ്പലത്തിന്റെ കോഴിക്കോട്ട് ക്ഷേത്രത്തിന്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവൻ, അതിന്റെ ശക്തിയും ഉഗ്രമൂർത്തിയായിട്ടുള്ള ശിവനാണ്. അപ്പൊ ആ ശിവന്റെ ഉഗ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പടിഞ്ഞാറ് നേരെ മുൻവശത്ത് ഒരു കുളം നിർമ്മിച്ചിരിക്കുന്നത്. ഗംഗാദേവി എന്നുള്ള ഇതിലാണ് അത് നടക്കുന്നത്. അപ്പൊ അത്രയ്ക്കും ഉഗ്രമൂർത്തിയായിരുന്നു. പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ടാവുന്നുണ്ട്. കാരണം രാത്രി ഇവിടുന്ന് ശബ്ദങ്ങൾ കേൾക്കലും ഇവിടെ രാത്രി വന്ന് കിടക്കുന്നവർക്ക് ഇതേമാതിരി തന്നെ ചില അനുഭവങ്ങൾ ഉണ്ടാവുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ധ്യാനാവസ്ഥയിലിരിക്കുന്ന ശിവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ധ്യാനാവസ്ഥയിലാകുമ്പോൾ ശിവന് നാമമന്ത്രം മാത്രം. ഇവിടെ ഇതിനുള്ളിൽ ഗണപതി, അയ്യപ്പൻ എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അവരെ എല്ലാം ഇവിടുന്ന് മാറ്റണം എന്ന പ്രശ്നങ്ങൾ കണ്ടു. ഭഗവാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ആ ധ്യാനത്തിലിരിക്കണം, അതുകൊണ്ട് ഇവിടെ ആരും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നവീകരണ കാലത്തും കഴിഞ്ഞപ്പോൾ ആ പിന്നിലുള്ള ഒരു മുറി അവിടെ ഉണ്ടായിരുന്നു. എല്ലാ പ്രതിഷ്ഠകൾ പുറത്തൊക്കെ ആക്കിയിട്ട് അയ്യപ്പനെ അവിടെ ഈ ഭാഗത്തേക്ക് പ്രതിഷ്ഠിച്ചു. ഗണപതിയെ കന്യാമൂലയിൽ പ്രതിഷ്ഠിച്ചു.
അങ്ങനെ എല്ലാവരെയും ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ധ്യാനത്തിലിരിക്കുന്ന ശിവനാണ്. വിഷ്ണുവിൻ്റെ അമ്പലം ഒരു ദിവസം ഇതേമാതിരി കാലത്ത് വിഷ്ണുവിൻ്റെ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു കണ്ണ് തുറന്ന മാതിരി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. തമാശയായിട്ട് ചെറിയിച്ചിട്ട് ആൾക്കാർ പരിഹസിച്ച് തള്ളിയിരുന്നു. പക്ഷെ അത് പല ദൂരത്തു നിന്നെല്ലാം ആൾക്കാർ വന്നിട്ട് ഇത് കാണുന്നുണ്ടായി. അപ്പൊ അത് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഈ കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ആപത്ത് വരുമ്പോഴും ആവാം എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് പിന്നെ അതിനൊക്കെ വെച്ചുകൊണ്ടാണ് പിന്നെ ഇപ്പൊ നവീകരണ കാലത്ത് നടത്തിയത്. കൃഷ്ണന്റെ പ്രതിഷ്ഠ അത് സാധാരണ ഇവിടെ പൂഞ്ചേരി എന്ന് പറഞ്ഞൊരു വീടിന്റെ ഒരു പറമ്പുണ്ട്, അവിടെ ഉണ്ടായിരുന്നതാണ്. അവർക്ക് അതിനെ കൊണ്ടു നടത്താൻ കഴിയാനായിട്ട് പുഞ്ചേരി തേവര എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണനെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കൊടിക്കുന്നത്ത് ഭഗവതി ആണ്, പിന്നെ മുത്തശ്ശിയാറ്, ഇതെല്ലാം ഇവിടെ പ്രതിഷ്ഠയുണ്ട്. നാഗങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോയ സമയത്ത്, നാഗങ്ങൾ ഇവിടെ അവിടെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു അത്ഭുതം, ഈ നാഗങ്ങളെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ചെറിയ ചെറിയ പാമ്പിന്റെ കുട്ടികൾ ഇങ്ങനെ പോയി ഇഴഞ്ഞു പോകുന്നത് ഞങ്ങളൊക്കെ കണ്ടതാണ്. ഈ അമ്പലം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ പാമ്പുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും ഈ അയ്യപ്പൻ്റെയും അവിടെ പ്രതിഷ്ഠ നടത്തിയതാണ്. അത് ശാസ്ത്രസമ്മൻ നമ്പൂരിയാണ്. അത് മരിച്ചുപോയ അദ്ദേഹം പ്രകൃതി ശാസ്ത്രസമ്മൻ നമ്പൂരി, അദ്ദേഹമാണ് അവിടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ വെച്ചത്. ഇവിടെ അണ്ടലാടി ശങ്കര നമ്പൂരിയാണ് ഈ ശിവന്റെ പ്രതിഷ്ഠ നടത്തിയത്. നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. ഞാൻ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഏകദേശം 1.5 കൊല്ലമായി ഞാനിവിടെ വന്നിട്ട്. ഇവിടെ രാവിലെ 6 മണി മുതൽ 9 മണി വരെയാണ് നട തുറന്നിരിക്കുന്ന സമയം. പിന്നെ വൈകിട്ട് 5:30 to 7 മണി വരെയാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന് മൃത്യുഞ്ജയമാണ് പ്രധാനം. കൃഷ്ണന് പാൽപ്പായസവും ഭഗവതിക്ക് മുട്ടറക്കലും ഗണപതിക്ക് ഒറ്റയും ആണ് പിന്നെ പ്രധാനമായിട്ടുള്ള വഴിപാടുകൾ. പിന്നെ ശിവന് 101 കുടം, 1000 കുടം, ധാര, ഇതൊക്കെ പ്രധാനമാണ്. എൻ്റെ പേര് ശിവജി. ഞാൻ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡൻ്റായിട്ട് കുറച്ചു കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി താലൂക്കിൽ മുതുതല പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ഇവിടേക്ക് 3-4 ഭാഗത്തും നമുക്ക് വരാനുള്ള സൗകര്യമുണ്ട്. പാലക്കാട് നിന്ന് വരുന്നവരാണെങ്കിൽ ഒറ്റപ്പാലം, പട്ടാമ്പി വന്ന് ട്രെയിനിന് വേണമെങ്കിൽ വരാം, ബസ്സിന് വരാം. പട്ടാമ്പിയിൽ നിന്നും ശങ്കരമംഗലം വഴി മുതുതലയ്ക്ക് പോകുന്ന റൂട്ടിൽ കോഴിക്കോട്ടി. അതേമാതിരി കൊപ്പം ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ കൊപ്പത്തുനിന്ന് മുതുതല വന്ന് മുതുതല നിന്ന് ശങ്കരമംഗലം പോകുന്ന റൂട്ടിൽ കോഴിക്കോട്ടി. ഗുരുവായൂർ ഭാഗം, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഗുരുവായൂർ ഭാഗത്ത് നിന്ന് അങ്ങനെ കുന്നംകുളം വഴി വരുന്നവരാണെങ്കിൽ അവർക്കും പട്ടാമ്പി വന്നിട്ട് നമുക്ക് മുതുതല വന്നിട്ട് ക്ഷേത്രത്തിലേക്ക് വരാം. എല്ലാ വഴിപാടും ഒരു ജോത്സ്യന് ഒരു ചാർത്ത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നടത്താൻ പറ്റാത്ത ഒരു വഴിപാടുകളും ഇല്ല. അത്രയും സമൃദ്ധമായ ഒരു ക്ഷേത്രമാണ്. ഞാൻ ഇന്ദിര ഉണ്ണികൃഷ്ണൻ. ഈ ക്ഷേത്രത്തിലെ മാതൃസമിതിയിലെ ഒരു അംഗമാണ് ഞാൻ. എല്ലാ ഞായറാഴ്ചയും 30 ഞായറാഴ്ചയും നാമജപമുണ്ട്. വൈകുന്നേരം ഒരു മണിക്കൂറിലധികം കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ചിട്ട് നാമജപമുണ്ട്. പിന്നെ അതിന്റെ എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ നാരായണീയം ചൊല്ലാറുണ്ട്. ദിവസം ഒരു മണിക്കൂറൊക്കെ ഞങ്ങൾ ചൊല്ലും. അങ്ങനെ എല്ലാ വ്യാഴാഴ്ചയും അങ്ങനെ ചെയ്യാറുണ്ട്. പ്രതിഷ്ഠാദിനം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ സമ്പൂർണ്ണ നാരായണീയം പാരായണം ചെയ്യാറുണ്ട്. വൈശാഖ മാസത്തിൽ എല്ലാ ദിവസവും നാരായണീയ പാരായണമുണ്ട്. ഈ നാരായണീയ പാരായണത്തിന്റെ മുമ്പ് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ടാണ് ചെയ്യാറുള്ളത്. പിന്നെ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും രാമായണ പാരായണമുണ്ട്. അതിങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ചൊല്ലാറുണ്ട്. 30 തിങ്കളാഴ്ചകളിൽ ശിവസഹസ്രനാമം ചൊല്ലാറുണ്ട് മാതൃസമിതി. അങ്ങനെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ പ്രത്യേക നാമജപങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കർക്കിടക മാസത്തിലെ 30 ഞായറാഴ്ച ഞങ്ങൾ അഖണ്ഡ നാമജപമായിട്ട് ആഘോഷിക്കാറുണ്ട്. അന്ന് എല്ലാവർക്കും ഇവിടെ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട്. ഞാൻ MK രാജേന്ദ്രൻ, മുതുതല സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ്. കോഴിക്കോട്ടിരിയിൽ ഒരു അമ്പലം സ്ഥാപിക്കുക, ഒരു ക്ഷേത്രം സ്ഥാപിക്കുക എന്നുള്ള ഇതിൻ്റെ തീരുമാനത്തിൽ കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലുള്ള 5 നമ്പൂതിരി കുടുംബങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും അങ്ങനെ ആ 5 കുടുംബങ്ങൾ, ഒന്ന് അഴകത്ത് മനക്കാർ, ഒന്ന് ഈക്കാട്ട് മനക്കാർ, ഒന്ന് അണ്ടലാടി മനക്കാർ, കിഴുപ്പറങ്ങാട്ട് മനക്കാർ, ശ്രീധരൻ ചുമരത്ത് മനക്കാർ, ഇങ്ങനെ 5 നമ്പൂതിരി കുടുംബങ്ങളെ ഇവിടെ കൊണ്ടു താമസിക്കുകയും ആ നമ്പൂതിരി കുടുംബങ്ങളെ മാത്രമല്ല കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പടയാളികൾ, അതേപോലെ കണക്കെഴുത്തുകാർ, പടനായകന്മാരായിട്ടുള്ള ചില കുടുംബങ്ങൾ, ഇങ്ങനെ ചില കുടുംബങ്ങളെ കൂടി അവർക്ക് വേണ്ടി കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ഈ കോഴിക്കോട്ടിരി ശിവക്ഷേത്രം പണി കഴിപ്പിക്കുകയും ആ